കന്യാകുമാരി ജില്ലയിലെ കൽക്കുളം എന്നറിയപ്പെട്ടിരുന്ന ചെറിയ ഗ്രാമം ഒരു കാലത്ത് ശക്തമായ വേണാട് രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു. വേണാട് അനന്തരം തിരുവിതാംകൂർ നാട്ടുരാജ്യമായി പരിണമിച്ചപ്പോൾ കൽക്കുളത്തെ പത്മനാഭപുരം എന്ന് പുനർനാമകരണം ചെയ്തത് ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ്. AD 1750 അദ്ദേഹം നിർമ്മിച്ചത് അല്ലെങ്കിൽ പുതുക്കിപ്പണിതത് എന്ന് കരുതപ്പെടുന്ന നിർമ്മിതിയാണ് പത്മനാഭപുരം കൊട്ടാരം. 15ലധികം കെട്ടിടങ്ങളുള്ള 6.5 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ അതിമനോഹരമായ കൊട്ടാര സമുച്ചയത്തിൻ്റെ ഓരോ ഭാഗവും മൺമറഞ്ഞ കരകൗശല വിദഗ്ധരുടെ മികച്ച കഴിവുകളെ ഉയർത്തിക്കാട്ടുന്ന സങ്കീർണമായ കരവിരുതുകളാൽ സമ്പന്നമാണ്. കൊട്ടാരത്തിലേക്കുള്ള പ്രവേശനം ഈ കാണുന്ന മുഖ്യവാതിലിലൂടെയാണ്. പ്രവേശന കവാടത്തിലെ സങ്കീർണമായ കൊത്തുപണികൾ ഉള്ളിലെ ഘടനകളുടെ മഹത്വത്തെ പ്രതിധ്വനിപ്പിക്കുന്നു. കൊട്ടാര സമുച്ചയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കുള്ള കവാടം സ്ഥിതി ചെയ്യുന്ന നിർമ്മിതിയാണ് നടമാളിക. നടമാളികയിലൂടെ ആദ്യം എത്തിച്ചേരുന്നത് ഇരുനിലകളുള്ള പൂമുഖമാളികയിലാണ്. പൂമുഖം സ്ഥിതി ചെയ്യുന്ന താഴത്തെ നിലയിൽ മച്ചിലും തൂണുകളിലുമായി ദേവന്മാരുടെ രൂപങ്ങൾ, പുരാണ ജീവികൾ, പുഷ്പരൂപങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ശുഭചിഹ്നങ്ങൾ കൊത്തിയെടുത്തിരിക്കുന്നു. 90 പുഷ്പരൂപങ്ങൾ കൊണ്ട് അലങ്കരിച്ച തടി കൊണ്ടുള്ള മച്ച് ഒരു അത്ഭുതം തന്നെയാണ്. പുഷ്പരൂപങ്ങൾ ഓരോന്നും മറ്റൊന്നിൽ നിന്നും വ്യത്യസ്തമാണ്. പൂമുഖമാളികയുടെ 1-ാം നിലയിലാണ് മന്ത്രശാല. രാജാവ് പ്രധാനപ്പെട്ട യോഗങ്ങൾ നടത്തിയിരുന്ന സദസ്സ്. പൂമുഖമാളികയുടെ വടക്കേ ഭാഗത്താണ് മണിമേട അഥവാ ക്ലോക്ക് ടവർ ഉള്ളത്. ഇതിൽ കാണുന്ന വലിയ ഘടികാരം ഏകദേശം 200 വർഷം പഴക്കമുള്ളതാണ്. വിദേശത്ത് പോയി സ്പാനിഷ് പുരോഹിതന്മാരിൽ നിന്ന് ക്ലോക്ക് നിർമ്മാണത്തിൻ്റെ രഹസ്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞ ഒരു സ്വദേശിയാണ് ഈ ക്ലോക്ക് നിർമ്മിച്ചത് എന്ന് കരുതപ്പെടുന്നു. തായ് കൊട്ടാരം എന്നറിയപ്പെടുന്ന കൊട്ടാരത്തിൻ്റെ കാതലായ ഭാഗമാണ് ഇവിടുത്തെ ഏറ്റവും പഴക്കം ചെന്ന നിർമ്മിതി. 16-ാം നൂറ്റാണ്ടിൽ വേണാട് ഭരണാധികാരിയായിരുന്ന രവിവർമ്മ കുലശേഖര പെരുമാളാണ് തായ് കൊട്ടാരം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. സമ്പത്തിൻ്റെയും രാജകീയ ശക്തിയുടെയും ദൈവസാക്ഷാത്കാരത്തിൻ്റെയും പ്രതീകമായ ഒരു ബഹുനില കെട്ടിടമാണ് ഉപ്പിരിക്കമാളിക. ഒരുപക്ഷെ സമുച്ചയത്തിലെ ഏറ്റവും ആദരണീയമായ ഘടനയാണിത്. തായ് കൊട്ടാരത്തിൻ്റെ വടക്കു പടിഞ്ഞാറായിട്ടാണ് ഉപ്പിരിക്കമാളിക സ്ഥിതി ചെയ്യുന്നത്. ബഹുനിലകൾ എന്നർത്ഥം വരുന്ന ഉപരി എന്ന ഹിന്ദുസ്ഥാനി പദത്തിൽ നിന്നാണ് ഉപരിക എന്ന പേര് ഉണ്ടായത്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ നിർദ്ദേശപ്രകാരം AD 1745 പണി കഴിപ്പിച്ചതായി പറയപ്പെടുന്ന ഉപ്പരിക്കമാളിക പഗോഡ മാതൃകയിലുള്ള മേൽക്കൂരയും കട്ടിയുള്ള മതിലുകളുമായി മറ്റു ഘടനകളിൽ നിന്ന് വേറിട്ടു നിൽക്കുന്നു. കൊട്ടാര സമുച്ചയത്തിൻ്റെ തെക്ക് വശത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ഇരട്ട നില നിർമ്മിതിയാണ് വലിയ ഊട്ടുപുര. ഊട്ടുപുരയ്ക്ക് ഒരേ സമയം 2000-ഓളം ജനക്കൂട്ടത്തെ ഉൾക്കൊള്ളാൻ സാധിക്കും. പുത്തൻ കൊട്ടാരം എന്നറിയപ്പെടുന്ന ലക്ഷ്മി വിലാസം പുരാതന പത്മനാഭപുരം കൊട്ടാര സമുച്ചയത്തിൽ അവസാനമായി കൂട്ടിച്ചേർക്കപ്പെട്ട ഒന്നാണ്. ആയുധപ്പുര കൊട്ടാര സമുച്ചയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ആയുധശാല പ്രധാനമായും ചെറിയ വാതിലുകളുള്ള 2 നീളമുള്ള മുറികളാണ്. കൊട്ടാര സമുച്ചയത്തിൻ്റെ വടക്ക് വശത്തായി സ്ഥിതി ചെയ്യുന്ന വളരെ നീളത്തിലുള്ള ഒരു ഇരട്ട നില നിർമ്മിതിയാണ്
തെക്കേ തെരുവ് മാളിക. മുകളിലത്തെ നിലയിൽ 2 നീളൻ ഹാളുകൾ അടങ്ങിയിരിക്കുന്നു. പഴയ കാലത്ത് കൊട്ടാരവുമായി ബന്ധപ്പെട്ട വിവിധ ഓഫീസുകളും കച്ചേരിയും ഈ മാളികയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. തെക്കേ തെരുവ് മാളികയുടെ കിഴക്കേ അറ്റത്താണ് പ്രശസ്തമായ അമ്പാരി മുഖപ്പ്. അമ്പാരി അല്ലെങ്കിൽ ഹൗഡയോട് സാമ്യമുള്ള അലങ്കരിച്ച ജാലകങ്ങളോട് കൂടിയതാണ് അമ്പാരി മുഖപ്പ്. അവിടെ നിന്ന് ഭരണാധികാരി തൻ്റെ പ്രജകളെ അഭിസംബോധന ചെയ്യുകയും താഴെ തെരുവിലൂടെ കടന്നുപോകുന്ന മതപരമായ ഘോഷയാത്രകൾ കാണുകയും ചെയ്യുമായിരുന്നു. തെക്കേ തെരുവ് മാളികയുടെ വടക്കു ഭാഗത്തേക്കുള്ള തുടർ നിർമ്മിതിയാണ് പന്തടിക്കളം മാളിക. ഈ ഇരട്ടനില ഘടന ഭരണപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് രാജകൊട്ടാരം സന്ദർശിച്ച പാശ്ചാത്യ വിശിഷ്ടാതിഥികൾക്കുള്ള അതിഥി മന്ദിരമായി പണി കഴിപ്പിച്ചതായി പറയപ്പെടുന്ന ഇരുനില മാളികയായ ഇന്ദ്രവിലാസത്തിലാണ് തെക്കേ തെരുവ് മാളികയുടെ നീണ്ട ഇടനാഴി അവസാനിക്കുന്നത്. ഇന്ദ്രവിലാസത്തിൻ്റെ വാസ്തുവിദ്യാ സവിശേഷതകൾ കൊട്ടാര സമുച്ചയത്തിലെ മറ്റ് കെട്ടിടങ്ങളിൽ നിന്ന് വേറിട്ടു നിൽക്കുന്നു. കൊട്ടാര സമുച്ചയത്തിൻ്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നവരാത്രി മണ്ഡപം കല്ലിൽ തീർത്ത ദ്രാവിഡ വാസ്തുവിദ്യയുടെ സൗന്ദര്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. ചതുരാകൃതിയിലുള്ള പെർഫോമൻസ് ഹാളിൽ നാട്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിവിധ മുദ്രകളിലുള്ള മനുഷ്യരൂപങ്ങളാൽ അലങ്കരിച്ച തൂണുകളുണ്ട്. തിരുവിതാംകൂറിൻ്റെ പ്രതാപകാലത്ത് നവരാത്രി മണ്ഡപം കൊട്ടാര സമുച്ചയത്തിലെ ഏറ്റവും സജീവമായ ഭാഗമായിരുന്നു. അവിടെ ദക്ഷിണേന്ത്യയിലെ പ്രശസ്തരായ കലാകാരന്മാർ സരസ്വതീ ദേവിയുടെ മുമ്പാകെ കലാരൂപങ്ങൾ അവതരിപ്പിച്ചിരുന്നു. കൊട്ടാര സമുച്ചയത്തിൻ്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു സാധാരണ പാർപ്പിട സമുച്ചയമാണ് തെക്കേ കൊട്ടാരം. നിരപ്പുര എന്നും ഇതറിയപ്പെടുന്നു. ഇതിൽ 3 വ്യത്യസ്ത കെട്ടിടങ്ങൾ ഉൾപ്പെടുന്നു. 400 വർഷത്തിലേറെ പഴക്കമുള്ള ഈ കൊട്ടാരം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തടി നിർമ്മിതമായ കൊട്ടാരമായി കണക്കാക്കപ്പെടുന്നു.